now to Georgia Radio 2025. Hello Georgians, ഞാൻ RJ ഹസ്നാൻ സാർ എന്നോടൊപ്പമായിരിക്കുന്നത് RJ ആമിന ഫൈസൽ. ജോർജിയൻ റേഡിയോ 20.25ലേക്ക് ഏവർക്കും സ്വാഗതം. ആമിന, ഇന്നത്തെ കാലാവസ്ഥ എങ്ങനെ പോകുന്നു? ഇന്ന് മോർണിംഗ് ഇരുണ്ട് മൂടി പെയ്യാൻ കൊതിക്കുന്ന കാലാവസ്ഥയാണെങ്കിലും സൂര്യൻ നമ്മളെ നോക്കി ചിരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. വാനം തെളിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ആമിന, move to the new headlines. Yes, today is special day. What's the speciality? Today is World Chocolate Day and Global Forgiveness Day. Really? Yes, മധുരത്തോട് പ്രിയമില്ലാത്തവരായി ആരാണുള്ളത്? പ്രത്യേകിച്ച് ചോക്ലേറ്റിനോട്. സ്നേഹത്തിന്റെയും അഭിമാനത്തിന്റെയും ആഹ്ലാദത്തിന്റെയും ഓർമ്മപ്പെടുത്തലായി ഈ ദിനം ലോകത്ത് അനുസ്മരിക്കപ്പെടുന്നു. അതെ, പ്രായ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരേപോലെ ആസ്വദിക്കുന്ന ഒരു മധുരത്തിന്റെ ലോകം മുഴുവൻ ആരാധകരുണ്ടെന്നുള്ളതിന് തെളിവാണ് ലോക ചോക്ലേറ്റ് ദിനം. വേൾഡ് ചോക്ലേറ്റ് ഡേ ആയതിനാൽ നമുക്കൊരു മധുരമുള്ള ഗാനം കേട്ടുവരാം. മനോഹരമായ ഗാനത്തിനു ശേഷം ഇതാ നമുക്ക് തിരിച്ചു വരാം. ആമിനു, നമ്മൾ ചോക്ലേറ്റ് ഡേയെ കുറിച്ച് പറഞ്ഞല്ലോ, പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്ലോബൽ ഫോർഗീവ്നെസ് ഡേയെ കുറിച്ചൊന്നും സംസാരിച്ചില്ലല്ലോ. അതെ, നമുക്ക് അതിലേക്ക് കടക്കാം. ആഗോള വിട്ടുവീഴ്ച ദിനം ക്ഷമയുടെ പ്രാധാന്യം ലോകത്തെ ഓർമ്മിപ്പിക്കുകയും ക്ഷമിക്കുന്നത് വഴി ഓരോരുത്തരുടെയും ജീവിതത്തിൽ സന്തോഷവും സമാധാനവും കൈവരിക്കുന്നുവെന്നും വ്യാഖ്യാനിക്കുന്നു, അല്ലേ? അതെ, ചുരുക്കത്തിൽ ഗ്ലോബൽ ഫോർഗീവ്നെസ് ഡേ എന്നത് ക്ഷമയുടെ പ്രാധാന്യം ലോകമെമ്പാടും പ്രചരിപ്പിക്കുവാനും വ്യക്തിഗതവും സാമൂഹികവുമായ വളർച്ചയ്ക്ക് പ്രാധാന്യം നൽകുവാനും വേണ്ടിയുള്ള ഒരു ദിവസമാണ്. ഓക്കെ, ഇനി നമുക്കൊരാളെ ഇൻവൈറ്റ് ചെയ്യാം. ഗ്ലോബൽ ഫോർഗീവ്നെസ് ഡേയോട് വേൾഡ് ചോക്ലേറ്റ് ഡേയോടെയും അനുബന്ധിച്ച് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയുവാനായി നമ്മളുടെ പ്രിയപ്പെട്ട മലയാളം അധ്യാപികയായ അനി മാത്യു ടീച്ചറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. നമസ്കാരം. അപ്പൊ ഇന്ന് ആഗോള വിട്ടുവീഴ്ച ദിനമാണല്ലോ ടീച്ചർ. അങ്ങനെയാണെങ്കിൽ വിട്ടുവീഴ്ചയെ കുറിച്ച് ടീച്ചറുടെ അഭിപ്രായം എന്താണ്? നമ്മുടെ ജീവിതത്തില് വിട്ടുവീഴ്ചയില്ല എങ്കിൽ നമുക്ക് കാര്യങ്ങളെ ശരിയായ രീതിയിൽ കൊണ്ടുപോകാനായിട്ട് സാധിക്കുമോ? ജീവിതത്തിൽ വിട്ടുവീഴ്ച അനിവാര്യമല്ലേ? ഈ വിട്ടുവീഴ്ച ദിനം ജൂലൈ 7 നമ്മൾ ആഘോഷിക്കാൻ തുടങ്ങിയത് എങ്ങനെയാണ് എന്ന് എല്ലാവർക്കും അറിയാമോ? ക്രിസ്ത്യൻ എംബസി ഓഫ് ക്രിസ്ത്യൻ അംബാസഡേഴ്സ് 1994 ബ്രിട്ടീഷ് വിക്ടോറിയയിൽ വെച്ചാണ് ഈ വിട്ടുവീഴ്ച ദിനം ആരംഭിക്കാൻ തുടങ്ങിയത്. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് മറ്റുള്ളവരെ നമ്മൾ പരിഗണിക്കുക, മറ്റുള്ളവരെ നമ്മൾ കേൾക്കുക, മറ്റുള്ളവരെ ശ്രദ്ധാപൂർവം വീക്ഷിക്കുക. ഇതിലൂടെ നമ്മുടെ ജീവിതത്തിലെ വ്യക്തിത്വ വികസനത്തിന് ആവശ്യമായത് ഈ വിട്ടുവീഴ്ചയിലൂടെ ലഭിക്കും. അപ്പോൾ ഈ വിട്ടുവീഴ്ച ദിനത്തിൽ നമുക്കും നമ്മുടെ വ്യക്തിത്വത്തെ ഈ 3 ഗുണങ്ങളിലൂടെ പരിഗണിക്കുക, ശ്രദ്ധാപൂർവം കേൾക്കുക, അനുഭവങ്ങൾ പങ്കിടുക. ഇവയിലൂടെ ഈ വിട്ടുവീഴ്ച ദിനത്തെ ഏറ്റവും മനോഹരമായി നമ്മുടെ ജീവിതത്തിലേക്ക് എത്തിക്കും. ഓക്കെ, നല്ലൊരു ഉത്തരമായിരുന്നു ടീച്ചർ. ഇനി ചോക്ലേറ്റ് ഡേയുമായി അനുബന്ധിച്ച ചോക്ലേറ്റിന്റെ ഗുണങ്ങൾ എന്താണ്? എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സാധനമല്ലേ ചോക്ലേറ്റ്? എപ്പോഴും മധുരം നുണയാൻ നമുക്ക് ഇഷ്ടമാണ്, അല്ലേ? നമ്മുടെ ജീവിതത്തിലെ ഏത് സന്തോഷകരമായ ഒരു നിമിഷം വന്നാലും നമ്മൾ ആദ്യം പങ്കുവയ്ക്കുന്ന ചോക്ലേറ്റ് അല്ലേ? ഇത് എവിടുന്നാണ് നമ്മുടെ കയ്യിലേക്ക് വന്നത്? ബ്രിട്ടീഷുകാരുടെ കടന്നുവരവോടുകൂടി കൊക്കോ കൃഷി നമ്മുടെ സംസ്ഥാനത്ത് എങ്ങനെ ആരംഭിച്ചോ അതിൽ നിന്നാണ് ഈ ചോക്ലേറ്റിന്റെ കടന്നുവരവ്. നമ്മൾ ഈ ചോക്ലേറ്റ് കഴിക്കുന്നതിലൂടെ നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് നമുക്ക് സാധിക്കും. നമ്മൾ ഒരു ചോക്ലേറ്റ് കഴിച്ചാൽ അന്ന് നമ്മുടെ ജീവിതത്തെ മധുരത്തിലൂടെ മധുരം നുണയാനായിട്ട് ആ നുണയുന്നത് സ്നേഹം പങ്കുവയ്ക്കലായിട്ട് മാറാം. അതുപോലെ തന്നെ ഹൃദ്രോഗത്തെ നമുക്ക് തടയാം. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തെ വളരെയധികം സന്തോഷപ്രദമാക്കാൻ സാധിക്കും. ഒരു പരിധി വരെ രക്തസമ്മർദ്ദം കുറയ്ക്കാനും സാധിക്കും. പക്ഷെ ഒരു കാര്യം, ചോക്ലേറ്റ് നല്ലതാണെന്ന് പറഞ്ഞ് നമ്മൾ അമിതമായി കഴിച്ചാലോ നമ്മളെല്ലാം ഷുഗറിന് അടിമപ്പെടും. ഇന്ന് നമ്മുടെ ജീവിതശൈലി രോഗമാണ് പ്രമേഹം. കുട്ടികളെന്നോ പ്രായമായവരെന്നോ മധ്യവയസ്കരെന്നോ ഒന്നുമില്ല. എന്ത് അമിതമായാലും അത് നമുക്ക് ദോഷമാണ്. നമുക്ക് ആവശ്യമുള്ളത് മതി. അപ്പോൾ
ഈ ചോക്ലേറ്റ് ദിനത്തിൽ എല്ലാവിധ ചോക്ലേറ്റ് മംഗളാശംസകളും എൻ്റെ മക്കൾക്ക് നേരുന്നു. പക്ഷേ അമിതമാവരുത്, ആവശ്യത്തിന് മാത്രം നുണയൂ. ഓക്കെ, താങ്ക്സ് ഫോർ അനി മാത്യു ടീച്ചർ. ജീവിതത്തിൽ ആവശ്യമായ തരത്തിലുള്ള അറിവുകൾ പകർന്നു നൽകിയതിന് ജുമാന ഷിനാസിനെ ക്ഷണിക്കുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള ഇന്ത്യൻ സംസ്ഥാനം? ഉത്തരം ഗുജറാത്ത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എവിടെയാണ്? ഉത്തരം മുംബൈ. തേർഡ് ക്വസ്റ്റ്യൻ, പേവിഷം ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? ഉത്തരം തലച്ചോർ. ഫോർത്ത് ക്വസ്റ്റ്യൻ, ആദ്യമായി മലയാളം അച്ചടിച്ചത് ഏത് രാജ്യത്താണ്? ഉത്തരം ഹോളണ്ട്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല? ഉത്തരം പാലക്കാട്. കേരള സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക പുഷ്പം? ഉത്തരം കണിക്കൊന്ന. സെവൻത് ക്വസ്റ്റ്യൻ, കേരള സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക പക്ഷി? ഉത്തരം മലമുഴക്കി വേഴാമ്പൽ. നയൻത് ക്വസ്റ്റ്യൻ, കേരള സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക മൃഗം? ഉത്തരം ആന. ആരാണ് ഇന്ത്യയുടെ രാഷ്ട്രപിതാവ്? ഉത്തരം മഹാത്മാഗാന്ധി. 10th ക്വസ്റ്റ്യൻ, ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം? ഉത്തരം റഷ്യ. ഭാവിയിൽ അധികം വേണ്ടതുമായ ജനറൽ നോളജ് പകർന്നു നൽകിയ ജുമാന ഷിനാസിന് നന്ദി രേഖപ്പെടുത്തുന്നു. നൽകുന്ന ഒരു കഥ അവതരിപ്പിക്കുവാനായി 9A വിദ്യാർത്ഥിനിയായ അഫ്സാന ഫാത്തിമയെ ക്ഷണിക്കുന്നു. വന്നവഴി ഏറെ പ്രതീക്ഷയോടാണ് ആ ഉദ്യോഗാർത്ഥി ഡോക്ടറുടെ മുന്നിൽ ഇരിക്കുകയാണ്. വന്നവഴി ഏറെ പ്രതീക്ഷയോടാണ് ആ ഉദ്യോഗാർത്ഥി ഡോക്ടറുടെ മുന്നിൽ ഇരിക്കുകയാണ്. ജോലി കിട്ടാനുള്ള അവസാന ഘടകമാണെന്ന് ആ മുഖാമുഖം. വലിയ കമ്പനിയിൽ മാനേജർ തസ്തികയിലേക്കാണ് അപേക്ഷിച്ചിരിക്കുന്നത്. ഡോക്ടർ അയാളുടെ ബയോഡേറ്റ നോക്കി. പഠനത്തിൽ മിടുമിടുക്കൻ, ഹയർ സെക്കൻഡറി മുതൽ ബിരുദതലം വരെ ഉയർന്ന മാർക്ക് മാത്രം. ഡോക്ടർ ചോദിച്ചു, സ്കൂളിൽ എന്തെങ്കിലും സ്കോളർഷിപ്പുകൾ ലഭിച്ചിട്ടുണ്ടോ? ഇല്ല. അയാൾ മറുപടി പറഞ്ഞു. ഫീസൊക്കെ അടച്ചിരുന്നത് അമ്മയാണ്. അയാൾ പറഞ്ഞു, അച്ഛൻ എനിക്ക് 1 വയസ്സുള്ളപ്പോൾ തന്നെ മരിച്ചു. അമ്മയാണ് എന്നെ പഠിപ്പിച്ച് വലുതാക്കിയത്. ഡോക്ടർ ഇങ്ങനെ ചോദിക്കാൻ കാരണം ഉണ്ടായിരുന്നു. ബയോഡേറ്റയിൽ മാതാപിതാക്കളുടെ ജോലി എന്ന കോളത്തിൽ ജോലി ഇല്ല എന്ന് എഴുതിയിരിക്കുന്നു. അമ്മയ്ക്ക് ജോലി ഇല്ലല്ലോ, പിന്നെ എങ്ങനെയാണ് ഫീസ് കെട്ടിയിരുന്നത്? അയാൾ മുഖം കുനിച്ചു. എന്നിട്ട് പതുക്കെ പറഞ്ഞു, വീടുകളിൽ തുണി അലക്കാൻ പോകും. ഡോക്ടർ കുറച്ചു നേരം ഒന്നും പറഞ്ഞില്ല. അല്പം കഴിഞ്ഞ് അയാളുടെ കൈ നീട്ടാൻ പറഞ്ഞു. അയാൾ കൈ നീട്ടി. വൃത്തിയും ഭംഗിയുമുള്ള കൈകൾ. അമ്മയെ എപ്പോഴെങ്കിലും ജോലിയിൽ സഹായിച്ചിട്ടുണ്ടോ? ഡോക്ടർ ചോദിച്ചു. ഇല്ല, എന്നോട് എപ്പോഴും പഠിച്ചോളാൻ പറയും. അയാൾ പറഞ്ഞു, നിങ്ങളുടെ വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു കാര്യം ചെയ്യണം. അമ്മയെ അടുത്തിരുത്തി ആ കൈകൾ മടിയിൽ വെച്ച് നന്നായി ഒന്ന് പരിശോധിക്കണം. എന്നിട്ട് നാളെ വരും, നമുക്ക് വീണ്ടും കാണാം. വീണ്ടും കാണാൻ പറഞ്ഞപ്പോൾ അയാൾക്ക് പ്രതീക്ഷ തോന്നി. ജോലിക്ക് സാധ്യതയുണ്ട്. നമ്മളുടെ ജീവിതത്തിൽ പകർത്തുവാനും പ്രചോദനം ഉൾക്കൊള്ളുവാനും സാധിക്കുന്ന തരത്തിലുള്ള കഥ അവതരിപ്പിച്ച അഫ്സാന ഫാത്തിമയ്ക്ക് നന്ദി. പ്രധാനപ്പെട്ട കൃതിയായ ഗീതാഞ്ജലിയിൽ നിന്ന് ഒരു ഭാഗം അവതരിപ്പിക്കാനായി 9A തന്നെ വിദ്യാർത്ഥിയായ അക്ഷയ് ഇവിയെ ക്ഷണിക്കുന്നു. ഗീതാഞ്ജലി അധ്യായം 1. അങ്ങ് എന്നെ അനശ്വരമായി സൃഷ്ടിച്ചു, അതാണല്ലോ അങ്ങയുടെ ആനന്ദം. ഈ ദുർബല ഭാജനം അങ്ങ് ശൂന്യമാക്കുകയും പുതുജീവനാൽ വീണ്ടും വീണ്ടും നിറയ്ക്കുകയും ചെയ്യുന്നു. ഈ കൊച്ചു പുല്ലാങ്കുഴലിനെ അങ്ങ് കുന്നുകൾക്കും താഴ്വരകൾക്കും മേൽ സംഭരിച്ച് ഇതിലൂടെ നിത്യനവങ്ങളായ രാഗങ്ങൾ പൂതിയുണ്ടാക്കുന്നു. ഈ കരങ്ങളുടെ അനശ്വര സ്പർശത്തിൽ എൻ്റെ ഈ കൊച്ചു ഹൃദയം അതിരറ്റ ആനന്ദത്തിൽ ആവാജസ്വരങ്ങൾ ഒരുക്കുന്നു. അങ്ങയുടെ അനന്തമായ പാരിതോഷികങ്ങൾ എൻ്റെ ഈ കൊച്ചു കൈകളിൽ മാത്രമാണല്ലോ വന്നു ചേരുന്നത്. യുഗങ്ങൾ കഴിഞ്ഞിട്ടും അവ പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നു. നിറയ്ക്കുവാനിട കിടക്കും. പകർന്നു നൽകിയ അറിവുകൾക്കും മനോഹരമായ കഥ അവതരിപ്പിച്ച അഫ്സാന ഫാത്തിമയ്ക്കും സുന്ദരമായ കവിത അവതരിപ്പിച്ച അക്ഷയ് ഇവിക്കും നമുക്ക് ജനറൽ നോളജ് പകർന്നു നൽകിയ
ജുമാന ഷിനാസിനും ഞങ്ങളുടെ പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി. അപ്പോൾ ജോർജിയൻ റേഡിയോ 20.25 എല്ലാ ശ്രോതാക്കൾക്കും മറ്റൊരു ദിവസം പുതിയ കുറെ വിശേഷങ്ങളുമായി കുറച്ച് സ്വരപറച്ചിലുമൊക്കെയായി വരുന്നത് വരെ ജോർജിയൻ റേഡിയോ 20.25 എരിവും പുളിയും RJ ആമിനു ഫൈസലിനൊപ്പം RJ ഹസ്ന നിസാർ സൈനിങ് ഓഫ്.